നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഫേസ് 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. റിമൈനിങ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്, രണ്ടും വായിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Arun travelled 25 km 50 meter by bus, 7 km 265 meter by car and the rest 1 km 30 meter he walked. How much distance in kilometers did he travel in all? ഇതേ ചോദ്യം തന്നെ മലയാളത്തിലുണ്ട്. അരുൺ ബസ്സിൽ 25 കിലോമീറ്റർ 50 മീറ്ററും കാറിൽ 7 കിലോമീറ്റർ 265 മീറ്ററും ബാക്കി 1 കിലോമീറ്റർ 30 മീറ്ററും നടന്നു. അവനാകെ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു? 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ എന്നുള്ള അതിൽ നിന്നും ഇവിടെ തന്നിരിക്കുന്ന മീറ്ററിനെ കൂടി ദശാംശ സ്ഥാനത്തിലിടാൻ മാത്രം അറിഞ്ഞിരുന്നാൽ നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 25 കിലോമീറ്ററും 50 മീറ്റർ എന്ന് പറയുമ്പം 0.050 കിലോമീറ്റർ. അപ്പോൾ 25.050. ഇനി 7 കിലോമീറ്ററും 265, അപ്പോൾ 0.265 മീറ്റർ. ഇനി 1 കിലോമീറ്റർ 30 എന്ന് പറയുമ്പോൾ 0.030. ഇത് ഇത്രയും കൂടി കൂട്ടുക. 30 മീറ്റർ എന്നുള്ളതും ഇതുപോലെയാണ്. 30/1000 ചെയ്യുമ്പോൾ 0.030. അപ്പോൾ അതാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. 5, 14, 3, 8, 5, 13, 33.345. ഇതാണ് ഉത്തരം. ഓപ്ഷൻ എ 33.345. ഇനി അടുത്ത ചോദ്യം: ഒരു വിദ്യാർത്ഥി വിജയിക്കണമെങ്കിൽ ഒരു പരീക്ഷയിൽ 40% മാർക്ക് നേടിയിരിക്കണം. അവൻ 320 മാർക്ക് വാങ്ങി 80 മാർക്കിന് തോറ്റു. എന്നാൽ പരമാവധി മാർക്ക് എത്ര? എ സ്റ്റുഡൻറ്റ് ഹാസ് ടു സെക്യൂർ 40% മാർക്സ് ഇൻ ആൻ എക്സാമിനേഷൻ ടു പാസ്. ഹി ഗോട്ട് 320 മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 80 മാർക്സ്. ദ മാക്സിമം മാർക്സ് ആർ. അപ്പോൾ സോൾവ് ചെയ്യാം. 320 മാർക്ക് വാങ്ങി. ആ വിദ്യാർത്ഥി വിജയിക്കണമെങ്കിൽ 40% മാർക്ക് നേടിയിരിക്കണം. 320 മാർക്ക് വാങ്ങി 80 മാർക്കിനാണ് തോറ്റത്. അപ്പോൾ 320ൻ്റെ കൂടെ 80 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 400 മാർക്ക് കിട്ടും. അപ്പോൾ 400 മാർക്ക് വേണം ജയിക്കാനായിട്ട്. 400 പാസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 400 എന്ന് പറയുന്നത് 40%. ടോട്ടൽ മാർക്കിൻ്റെ ഇപ്പം ടോട്ടൽ എത്രയാണെന്ന് അറിയില്ല. ടോട്ടലിൻ്റെ 40% പാസ് മാർക്ക്. അതാണ് 400. അപ്പോൾ ടോട്ടൽ എത്രയിലാണ്? ടോട്ടൽ എന്ന് പറയുന്നത് ഇതിനെ തിരിച്ച് 400 × 100/40. 10,000. 1000ത്തിലാണ് മാർക്ക്. അപ്പോൾ പരമാവധി മാർക്ക്, മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 1000. ഓപ്ഷൻ ബി 1000. ഇനി അടുത്തത് ഞാൻ 54ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. 10.5% എന്ന ലളിതമായ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ച തുകയ്ക്ക് 2 വർഷത്തിനുള്ളിൽ അതേ പലിശ 2 വർഷത്തേക്ക് വാർഷികം സംയോജിപ്പിച്ച് കൂട്ടുപലിശയ്ക്കായി നിക്ഷേപിച്ചാൽ ലഭിക്കും. അപ്പോൾ പലിശയുടെ നിരക്ക്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ റേറ്റാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. An amount deposited for 2 years at simple interest rate 10.5% will yield same interest in 2 years if deposited for compound interest for 2 years compounded annually. If the rate of compound interest is dash. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല, സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർമുല
PNR/100. പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതിൻ്റെ ആദ്യം നിക്ഷേപിക്കുന്ന തുക എത്ര വർഷങ്ങളാണെന്നുള്ളതാണ് R പലിശ നിരക്ക്. അപ്പോൾ ഇത് പലിശ കിട്ടിക്കഴിഞ്ഞാൽ തുകയെന്ന് പറയുന്നത് എമൗണ്ട് P+I. ഇനി കൂട്ടുപലിശ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അവിടെ എമൗണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കാണാനുള്ള ഫോർമുലയുണ്ട്. P×1+R/100 ഫോർമുല ഉപയോഗിച്ച് ചെയ്യാനാണെങ്കിൽ ഇത് രണ്ടും ഫോർമുല അറിഞ്ഞിരിക്കുക. ഇനി നമുക്കിത് സൗകര്യത്തിനായിട്ട് നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ഒരു 10,000 എന്ന് വിചാരിക്കുക. ഒരു റൗണ്ടായിട്ട് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ് P = 10,000. അപ്പോൾ സാധാരണ പലിശയാണെങ്കിൽ എത്രയാണ്? 10,000 ഇൻറ്റു 2 വർഷത്തേക്കാണ് 10.5%. അപ്പോൾ 2,100 സാധാരണ പലിശ വരുന്നത്. അപ്പോൾ എമൗണ്ട് എത്രയായിരിക്കും? 12,100 വരും. 10,000ൻ്റെ കൂടെ, അതായത് ഈ 10,000വും അതിൻ്റെ കൂടെ 2,100 കൂടി കൂട്ടുന്നു. അപ്പോൾ 12,100 അതാണ് എമൗണ്ട് വരുന്നത് സാധാരണ പലിശയിൽ. ഇനി ഇത് തന്നെ കൂട്ടുപലിശയാണെങ്കിൽ R/100². അപ്പോൾ ഇത് തന്നെ വരണം. ഈ തുക 12,100 വരണമെങ്കിൽ 10,000 ഇൻറ്റു 1+. ഇപ്പം 10,000 തന്നെ എടുക്കണം എന്നൊന്നുമില്ല, 100 ഏത് വേണമെങ്കിലും. കാൽക്കുലേഷൻ ഒരു സൗകര്യത്തിനുള്ള ഒരു സംഖ്യ എടുത്തതാണ്. ഏത് തുക ഇട്ടാലും പലിശ നിരക്ക് വരുന്നത് ഒരുപോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 10,000 ഇൻറ്റു LCM എടുത്ത് 100+R/100² = 12,100. ഇവിടെ 100+R² ഇവിടെ ന്യൂമറേറ്റർ വരുന്നു, ഇവിടെ ഡിനോമിനേറ്റർ 10,000 വരുന്നു. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തു പോകും. 100+R². ഇനി നമുക്കറിയാം 121. ഇതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ 110 ആണ്. 11ൻ്റെ സ്ക്വയർ 111, 110. അപ്പോൾ 100+10 ഇതാണല്ലോ 110. ഇങ്ങനെ ചെയ്താലേ ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ R എന്ന് പറയുന്നത് 10% എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ഇവിടെ ഈ 100 വരികയും സ്ക്വയറായി കാൽക്കുലേഷനിൽ ഒരു റൗണ്ട് ഫിഗർ എടുക്കുമ്പോൾ, മറ്റേ 100ഉം ഒക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് ആൻസർ ഒരുപോലെ വരുമെങ്കിലും അവിടെ ഡെസിമലും ഒക്കെ ആയിട്ടുള്ള കാൽക്കുലേഷൻ വരും. ഇതാകുമ്പോൾ 10,000 ഒരു റൗണ്ട് ഫിഗറായിട്ട് എടുത്ത് ഈ കാൽക്കുലേഷന് സൗകര്യത്തിന് 10,000 വെച്ചിങ്ങനെ ഇതുപോലുള്ള ചോദ്യങ്ങൾ 10,000 എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉത്തരം കിട്ടും. ഉത്തരം 10%. അപ്പോൾ ഏത് തുക നിക്ഷേപിച്ചാലും ആ പലിശ നിരക്ക് സെയിം ആണ്, 10%. ആൻസർ 10. അടുത്ത ചോദ്യം. സീത റീഡ്സ് 1/4 part of a book in 1 hour. How much part of the book will be read in 2 and 1/5 hours? സീത 1 മണിക്കൂർ കൊണ്ട് ഒരു പുസ്തകത്തിൻ്റെ 1/4 ഭാഗം വായിച്ചു തീർത്തു. 2 and 1/5 മണിക്കൂറിനുള്ളിൽ പുസ്തകത്തിൻ്റെ എത്ര ഭാഗം വായിക്കും? അപ്പോൾ 1 മണിക്കൂറിൽ 1/4 ഭാഗമാണ് വായിച്ചു തീർത്തത് പുസ്തകത്തിൻ്റെ. അപ്പോൾ 2 മണിക്കൂറിൽ 1/4 കൂടെ വായിക്കും. അപ്പോൾ 1/4 കൂടെ ചേരുമ്പോൾ 1/2.
അരഭാഗം, 2 മണിക്കൂറിൽ അരഭാഗം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 2 hours കൊണ്ട് പുസ്തകത്തിൻ്റെ അരഭാഗം വായിച്ചു തീർത്തിട്ടുണ്ടാവും. ഇനി 1/5 hours, 1/5 hours കൊണ്ട് 1 മണിക്കൂറിൽ കാൽഭാഗമാണെങ്കിൽ 1/4 × 1/4 × 1/5, അതായത് 1/20 ഭാഗം വായിച്ചു തീർക്കും. ഇത് ക്ലിയർ ആണല്ലോ. 1 മണിക്കൂറിൽ കാൽഭാഗം വായിച്ചു തീർക്കുമെങ്കിൽ 1 മണിക്കൂറിൻ്റെ 1/5 അല്ലേ, അപ്പോൾ 1/4 1/5 എടുക്കുക. 1/20 ഭാഗം വായിച്ചു തീർക്കും. അപ്പം 2 മണിക്കൂർ കൊണ്ട് അരഭാഗവും കഴിഞ്ഞു. ഇനി ബാക്കി 1/5 hour കൊണ്ട് 1/20 ഭാഗവും വായിച്ചു. അപ്പോൾ 2 and 1/5 hours കൊണ്ട് അരയും പുസ്തകത്തിൻ്റെ അരഭാഗവും പിന്നെ ഒരു 1/20 ഭാഗവും കൂടി വായിച്ചു കഴിയും. അപ്പോൾ 2-ഉം 20-യുടെയും LCM. അപ്പോൾ 2 എന്ന് പറയുന്നത് 20-യുടെ ഒരു ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 20 തന്നെയാണ് ഇവിടെ LCM. ഇനി ഇവിടെ 1/2 × 20 + 1/20 × 20. ഈ സ്റ്റെപ്സും കൂടി ഞാൻ കാണിക്കുന്നത് ചിലർക്ക് ഇതിലും ഡൗട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകണം എന്ന് കരുതിയാണ്. LCM 2-ൻ്റെയും 20-യുടെയും 20 ആണെന്നുള്ളത്. ഇനി 1/2 × 20 10 പ്ലസ് ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആവുന്നു 1 = 11/20. അപ്പോൾ 2 and 1/5 hours കൊണ്ട് 11/20 ഭാഗം വായിച്ചു കഴിയും. ക്ലിയർ ആണല്ലോ. 11/20. ഓപ്ഷൻ ഡി. ഇനി അടുത്ത ചോദ്യം. 6 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 2 പുരുഷന്മാർക്കും 5 സ്ത്രീകൾക്കും 20 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും. എങ്കിൽ 10 പുരുഷന്മാർക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും? 6 men and 7 women can finish a job in 12 days, while 2 men and 5 women can finish it in 20 days. In how many days can 10 men finish it? അപ്പോൾ 6 പുരുഷന്മാർക്കും 6 men എന്നുള്ള 7 സ്ത്രീകൾക്കും 7 W അവർക്ക് 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നത് തന്നെയാണ് 2 പുരുഷന്മാർക്കും 5 സ്ത്രീകൾക്കും 10 ദിവസം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇതിനെ എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ, അതായത് ഇവരുടെ 12 ദിവസത്തെ ജോലിയാണ് ഇത്രയും ആളുകളുടെ 10 ദിവസത്തെ ജോലി. അതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കാണിക്കുന്നത്. ഇനി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. 72 men plus 84 W is equal to 10 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കും. അപ്പോൾ 20 ആണ് ഇവിടെ. ഈക്വൽ ടു 40 men plus 100 women. ഇനി മെൻ എല്ലാം ഒരു സൈഡിലും വിമൻ മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 72 men minus 40 men. 40 men ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആകുന്നു. 100 women minus 84 W. എപ്പോഴും ലൈക്ക് ടേംസ് ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് പോലെ മെന്നെല്ലാം ഒരു സൈഡിലേക്കും. അപ്പോൾ 32 M is equal to 16 W. 2M 16 × 2 ആണ്. 2M equal to W. ഇങ്ങനെ വരുന്നു. ഇനി നമുക്ക് മെൻ വിമൻ ഇത് രണ്ടിലെ ഏതെങ്കിലും ഒന്നിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. മെൻ വിമൻ എന്നുള്ള 2 എമ്മും ഡബ്ല്യൂയും 2 വേരിയബിൾസ് മാറ്റി ഒന്നിലേക്ക് കൊണ്ടുവന്ന് വേണം നമുക്ക് സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇനി 10 മെൻ 10 പുരുഷന്മാർക്ക് എക്സ് ഡേയ്സ് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ 6 men പ്ലസ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിൽ 6 men പ്ലസ് 7 women. അപ്പോൾ 7 women എന്നുള്ളതിന് പകരം മെന്നിലേക്ക് തന്നെ കൊണ്ടുവരിക. അപ്പം 1 women ഈക്വൽ ടു 2 men. അപ്പം 7 women എന്ന് പറയുന്നത്
7 വിമൻ എന്ന് പറയുന്നത് ഇവിടെ 7 വിമൻ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഇൻറ്റു 7 മെൻ, അതായത് 14 മെൻ ഇൻറ്റു 12. ഈ ഇത്രയും ജോലി എന്ന് പറയുന്നത് ആ 7 വിമൻ എന്നുള്ളതിന് പകരമായിട്ടാണ് 14 മെൻ എന്നാക്കിയത്. 10 മെൻ്റെ എക്സ് ദിവസത്തെ ജോലിയാണ് ഇൻറ്റു എക്സ്, 10 mx. 20 m ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 10 mx. 240 m is equal to 10 mx. അപ്പോൾ m രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്യുന്നു. x is equal to 24 days. 10 മെന്ന് 24 days വേണം. ആൻസർ 24. ഇനി അടുത്തത് ഇത് ഓർഡറിലല്ല, ആദ്യത്തെ ഒരു കുറച്ച് സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് സോൾവ് ചെയ്യുന്നത്. റിമൈനിങ് അടുത്തതിലാണ്. അപ്പോൾ അടുത്ത ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് ദ വാല്യൂ ഓഫ് -3 and 4. The value of -343 raised to 2/3 is. -343 raised to 2/3 എന്നതിൻ്റെ മൂല്യം -343 raised to 2/3 is equal to 343 എന്ന് പറയുമ്പോൾ -7 cube raised to 2/3. ഇനി a raised to m the whole raised to n is equal to a raised to mn. അപ്പോൾ -7 raised to 3 into 2/3. അപ്പോൾ ഇവിടെ 3 ക്യാൻസൽ ആകുന്നു. -7 സ്ക്വയർ is equal to 49. ആൻസർ 49. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഈയത്തിൻ്റെ ഖരഗോളത്തിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള എത്ര പന്തുകൾ നിർമ്മിക്കാൻ കഴിയും? How many balls of radius 2 centimeter can be made from a solid sphere of lead of radius 10 centimeter? അപ്പോൾ ഇവിടെ എത്ര ചെറിയ പന്തുകൾ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വോളിയം ആണ് നോക്കേണ്ടത്. വ്യാപ്തം, വോളിയം അഥവാ വ്യാപ്തം. അതിൻ്റെ ഫോർമുല 4/3 പൈ r ക്യൂബ്. r റേഡിയസ് അഥവാ ആരമാണ്. അപ്പോൾ ഇവിടെ ചെറിയ പന്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് വലിയ പന്തിൻ്റെ അതിൻ്റെ വ്യാപ്തം ആദ്യം കണ്ടുപിടിക്കുക. 4/3 പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ ക്യൂബ്, ഏറ്റവും വലുതിൻ്റെ ഖരഗോളത്തിൻ്റെത്, ഡിവൈഡ് ബൈ ചെറുതിൻ്റെത് 4/3 പൈ സ്മോൾ ആർ ക്യൂബ്. ചെറുതിൻ്റെ സ്മോൾ ആർ വെച്ച് റെപ്രസെൻ്റ് ചെയ്ത സ്മോൾ ആർ ക്യൂബ്. അപ്പോൾ 4/3 രണ്ടിടത്തും ക്യാൻസലായാൽ ആർ ക്യൂബ് ബൈ ആർ ക്യൂബ് എന്ന് കിട്ടുന്നു. ഇവിടെ വലിയ 10 സെൻറ്റിമീറ്റർ വ്യാസം എന്ന് പറയുമ്പോൾ ആരം 5 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ആർ 5 ക്യൂബ്. ഇനി 2 സെൻറ്റിമീറ്റർ വ്യാസം, അപ്പോൾ ഡയമീറ്റർ 10 ഉള്ളതിൻ്റെ റേഡിയസ് ഇത് 5 വരും. ഇനി അടുത്തത് ഡയമീറ്റർ 2 സെൻറ്റിമീറ്റർ വരുമ്പോൾ അതിൻ്റെ സ്മോൾ ആർ 1 ആയിരിക്കും അതിൻ്റെ റേഡിയസ് അഥവാ ആരം വരുന്നത്. അപ്പോൾ 5 ക്യൂബ് ബൈ 1 ക്യൂബ് ഈക്വൽ ടു 125. 125 ചെറിയ ഗോളങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. നമ്പർ ഓഫ് ബോൾസ് 125. ഇനി അടുത്ത ചോദ്യം ഓപ്ഷൻ ഡി 125 ആണ്. അടുത്ത ചോദ്യം, ഇഫ് 7 times the 7th term of an AP is equal to 11 times its 11th term, then the 18th term of the AP will be.
ഒരു സമാന്തര ശ്രേണിയുടെ 7ാമത്തെ പദത്തിൻ്റെ 7 മടങ്ങ് അതിൻ്റെ 11ാം പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ സമാന്തര ശ്രേണിയുടെ 18ാം പദം ഡാഷ് ആയിരിക്കും. അപ്പോൾ nth ടേം കാണാനുള്ള ഫോർമുല a + n-1 d. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഏഴാമത്തെ എന്ന് പറയുമ്പോൾ 7ാമത്തെ പദം കാണാനുള്ള a + 6d. ഇനി 11ാമത്തെ ടേം എന്ന് പറയുന്നത് a + 10d. അപ്പോൾ 7ാമത്തെ പദം a + 6d അതിൻ്റെ 7 മടങ്ങ് വിൽ ബി ഈക്വൽ ടു 11ാമത്തെ പദത്തിൻ്റെ 11 മടങ്ങ് a + 10dയുടെ 11 മടങ്ങ്. 7a + 42d is equal to 11a + 110d. അപ്പോൾ a ഒരു വശത്തേക്ക് കൊണ്ടുവരുന്നു. 7a - 11a is equal to 110d - 42d. -4a is equal to 68d. -a is equal to 17d. ഇനി 18ാം പദം t18 is equal to a + 17d ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ ഇവിടെ -a ആണ് 17d. അപ്പോൾ a is equal to -17d. അപ്പോൾ എയുടെ വാല്യൂ -17d എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -17d + 17d is equal to 0. ഉത്തരം 0 എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിലായിട്ട് സോൾവ് ചെയ്യാം. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്